നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കാഴ്ചമങ്ങലിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ചില ഫ്രൂട്ട്സുകൾ കഴിക്കുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഡ്രൈനെസ്, കണ്ണുകൾക്ക് ഡ്രൈനെസ് ഉള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, ബ്ലർ വിഷൻ, രാവിലെ എണീക്കുന്ന സമയത്ത് കണ്ണുകൾക്ക് മങ്ങൽ തോന്നുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് ഇത് ഉപകാരപ്രദമാവുന്നതാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. ഏതൊക്കെ അളവുകളിലാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഏത് സമയമാണ് ഏറ്റവും ഗുണകരമായിട്ട് കഴിക്കാൻ പറ്റുന്നത് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കാഴ്ചമങ്ങലിന്റെ പ്രശ്നം പണ്ടൊക്കെ ഒരു 60 വയസ്സ് അല്ലെങ്കിൽ ഒരു 70 വയസ്സിന് ശേഷം മാത്രം കേട്ടു വന്നിരുന്നതാണെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ കാഴ്ചമങ്ങലിന്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ട്. പലപ്പോഴും അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു കാഴ്ചമങ്ങലിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും വരുന്നത്. എന്നാൽ രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിൽ ഉണ്ടാവുന്ന ഒരു ബ്ലർ വിഷൻ ഉണ്ടാവുമല്ലോ, നമുക്ക് ശരിയായ രീതിയിൽ കാണാതെ കണ്ണിന് മങ്ങൽ കൂടുതലായിട്ട് വരിക, കണ്ണിലൂടെ വെള്ളം എപ്പോഴും വരിക, അതുപോലെ തന്നെ ചുട്ടുനീറ്റലിന്റെ പ്രശ്നങ്ങൾ, ചൂട് കണ്ണിൽ അമിതമായിട്ട് വരിക, ദൂരെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാവുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് ചില സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിൽ ചില ഫ്രൂട്ട്സുകൾ, ഒരുപാട് ആന്റി ഓക്സിഡന്റുകളും അതുപോലെ ഒരുപാട് വിറ്റമിൻസുകളും കണ്ടന്റൊക്കെ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുന്നതിലൂടെ, ഇത് സ്ഥിരമായി കഴിക്കുന്നതിലൂടെ അവർക്ക് ഈ ഒരു കാഴ്ചമങ്ങലിന്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരാൻ വേണ്ടിയിട്ടും ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ വളരെ വേഗത്തിലാവാതെ സ്ലോ ആയിട്ടുള്ള രീതിയിലാണ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മസ്കുലർ ഡീജനറേഷനൊക്കെ തന്നെ നമ്മുടെ കണ്ണുകളെ ബാധിക്കുന്നത്. അതുപോലെ ഡയബറ്റിക് ഉള്ളവർക്ക്, ഡയബറ്റിക് റെറ്റിനോപ്പതി പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രൂട്ടും കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 5 ഫ്രൂട്ട്സുകളാണ് പറയുന്നത്. ഇതിൽ 5ാമത്തെ ഫ്രൂട്ട് എന്ന് പറയുന്നത് കിവിയാണ്. കിവിയിൽ ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. പവർ ഹൗസ് തന്നെയാണ് ആന്റി ഓക്സിഡന്റുകളുടെ. അതുപോലെ നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 2 ആന്റി ഓക്സിഡന്റുകളാണ് ലൂട്ടിനും മറ്റൊന്ന് സിയാസാന്തിനും മറ്റുള്ള 2 ആന്റി ഓക്സിഡന്റുകളാണ്. ഇത് റെറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. സെറാട്ടോണിനും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഈ സെറാട്ടോണിൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് സ്ട്രെസ് കുറയാൻ വേണ്ടിയിട്ടും അതുപോലെ അത് റിലാക്സ് ആയിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഒരു കിവിയുടെ പകുതി ഭാഗം എടുക്കുക, എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് രാവിലെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള ചിയാ സീഡ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുന്നതിന് 2 മണിക്കൂർ മുന്നെങ്കിലും കുതിർത്ത് വെക്കുക. അതിനുശേഷം കുതിർന്നിട്ടുള്ള ഈ ചിയാ സീഡ്, ഒരു ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള ചിയാ സീഡ് ഈ ഒരു ഫ്രൂട്ടിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് രാത്രിയിൽ കിടക്കുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുന്നേ ആയിട്ടാണ് ഇത് കഴിക്കേണ്ടത്. ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. രാത്രിയിൽ എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രിയിലാണ് നമ്മുടെ കണ്ണുകൾക്ക് കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നതും കണ്ണുകളുടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടും അതിന്റെ റിപ്പയറും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നത് രാത്രിയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആന്റി ഓക്സിഡന്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു കണ്ണുകൾക്ക് ആരോഗ്യം നൽകാൻ വേണ്ടി ഏറ്റവും ഗുണകരമാണ്. ഇത് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പാല് കുടിക്കുന്നവരോ തൈര് കഴിക്കുന്നവരോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡയറി പ്രൊഡക്ട്സ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഒരിക്കലും കഴിക്കരുത്. ഇത് മിക്സ് ചെയ്ത് ഫ്രൂട്ട്സിന്റെ കൂട്ടത്തിൽ ഇത് മിക്സ് ചെയ്ത് ജ്യൂസ് ആയിട്ടുള്ള രീതിയിൽ കുടിക്കാമെന്ന് വിചാരിക്കരുത്. പാലിന്റെ കൂട്ടത്തിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, അത് ബ്ലോക്ക് ആയി പോകും. അതുകൊണ്ടാണ് ഈ ഒരു ലൂട്ടിനും അതുപോലെ സിയാസാന്തിനും മറ്റുള്ള ആന്റി ഓക്സിഡന്റുകളുമാണ് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്നത്. ഈ ഒരു അബ്സോർപ്ഷൻ നടക്കാതാവും. അതുകൊണ്ട് തന്നെ ഇത് മാത്രമായിട്ടുള്ള രീതിയിലാണ് രാത്രിയിൽ നമ്മൾ കഴിക്കേണ്ടത്. അത്താഴം കഴിച്ചു കഴിഞ്ഞ് ഏകദേശം 1/4 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഈ ഫ്രൂട്ട്സ് കഴിക്കേണ്ടത്. കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേയുമാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. 4ാമത് തണ്ണിമത്തനാണ് വരുന്നത്. ഒരുപാട് വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ നല്ലതാണ്. കണ്ണുകളുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാണ്. ഇത് മാത്രമല്ല ലൈക്കോപ്പൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന കാഴ്ചക്കുറവിന്റെ പ്രശ്നങ്ങൾ അകറ്റാനും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കാഴ്ചമങ്ങൽ സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതും നമ്മൾ കഴിക്കേണ്ടത് രാത്രിയിലാണ്. ജ്യൂസ് ആയിട്ടുള്ള രീതിയിലല്ലാതെ നമ്മൾ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോഴും നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ന്യൂട്രിയൻ വാല്യൂസ് കുറഞ്ഞു വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടർമെലൻ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇല്ല, നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം മുറിച്ചിട്ട് വാട്ടർമെലനൊക്കെ വലുതാവുന്നത് കൊണ്ട് തന്നെ മുറിച്ചിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്നതിന് ഏകദേശം 1 മണിക്കൂറോ 1/2 മണിക്കൂറോ മുന്നേ ഒക്കെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ കഴിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഈ ഒരു ന്യൂട്രിയൻ കണ്ടൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ആഗിരണം ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്നത്. ഏകദേശം 1 ബൗൾ അളവായിട്ടുള്ള തണ്ണിമത്തന് എടുക്കുക, എന്നിട്ട് അത് നമ്മൾ കഴിക്കാൻ
കഴിക്കാൻ പറ്റുന്നതാണ്. ഇതും കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ടാണ് കഴിക്കേണ്ടത്. കഴിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിന്റെ വൈറ്റ് കളർ പോർഷൻ ഉണ്ടാവുമല്ലോ, നമ്മൾ പൊതുവെ അതിന്റെ റെഡ് കളർ പോർഷൻ മധുരമുള്ള ഭാഗം നമ്മൾ കഴിക്കുകയും അതുപോലെ വെള്ള ഭാഗം അമിതമായിട്ട് കഴിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു വെള്ള ഭാഗം നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് രക്തയോട്ടം പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ശരീരത്തിൽ നടക്കാനും ഒരുപാട് ന്യൂട്രിയൻ കണ്ടൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് പാർട്ടും കൂടിയിട്ട് ഇതിനോടൊപ്പം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത് വരുന്നത് നെല്ലിക്കയും മഞ്ഞളും അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടാണ്. വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ കണ്ണുകളുടെ കാഴ്ചമങ്ങലിന്റെ പ്രശ്നങ്ങളും അതുപോലെ ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ്, പൊതുവെ നമ്മുടെ കണ്ണുകൾക്ക് നീർക്കെട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കാഴ്ചമങ്ങലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് കണ്ണിനെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണിത്. കണ്ണിന്റെ കാഴ്ചമങ്ങലിനൊക്കെ തന്നെ കാരണമാവുന്നതാണ്. അപ്പൊ ഇവ കുറയ്ക്കാൻ വേണ്ടി ഗുണകരമാകുന്ന ഒരു കൂട്ടാണ്. വിറ്റമിൻ സി സമൃദ്ധമായിട്ട് തന്നെ ഈ ഒരു നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മഞ്ഞളിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദിവസം നമ്മൾ ഒരു നെല്ലിക്കയാണ് കഴിക്കേണ്ടത്. ആ ഒരു നെല്ലിക്കയുടെ നീര് നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ നീര് നമ്മൾ എടുക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ ചവച്ചരച്ച് കഴിക്കാൻ പറ്റും, ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ നീര് മാത്രമായിട്ട് എടുക്കുക. ഏകദേശം 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവായിരിക്കും ഉണ്ടാവുന്നത്. ഈ ഒരു നീരിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞളിന്റെ നീരും കൂടി ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുടിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. ഇത് നമ്മൾ രാവിലെ കഴിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. രാത്രിയിൽ കഴിക്കുന്നതിലും രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രമേഹം അമിതമായിട്ടുണ്ടെങ്കിൽ പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ, ശരീരത്തിലെ നീർക്കെട്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവ കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു കൂട്ട് സഹായകരമാകുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഈ ഒരു കൂട്ട് ഏറെ ഗുണകരമാകുന്നതാണ്. ഈ ഒരു കൂട്ട് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് സ്ഥിരമായിട്ടുള്ള രീതിയിൽ നമ്മൾ കഴിച്ചു പോകരുത്. അതായത് ഏകദേശം ഒരു 21 ദിവസം വരെ മാത്രമാണ് ഈ ഒരു കൂട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അതിനുശേഷം 7 ദിവസം നിങ്ങളൊരു ഗ്യാപ്പ് ഇടേണ്ടതാണ്. അതിനുശേഷം വീണ്ടും 21 ദിവസം നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഇത് പറയാൻ കാരണം എന്ന് പറയുന്നത്, പ്രമേഹ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പലപ്പോഴും നമ്മളിത് ഔഷധമായിട്ട് കൊടുക്കാറുണ്ട്. നമുക്ക് ശരീരത്തിലെ നീർക്കെട്ടും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള നീർക്കെട്ടും വേദനയും അകറ്റാൻ ഗുണകരമാകും. രണ്ടാമതായിട്ട് വരുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഏറ്റവും ഗുണകരമാണ്. ഇതിൽ കരോട്ടിനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ എ, വിറ്റമിൻ സി മുതലായിട്ടുള്ള ഒരുപാട് വിറ്റമിൻസുകളും മിനറൽസുകളും ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. ഇത് കൂടുതൽ നമുക്ക് കണ്ണിന്റെ റിസ്ക് ഫാക്ടർ, അതായത് നമുക്കിപ്പോൾ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കണ്ണിന്റെ ഞരമ്പുകളിലെ ഡീജനറേഷൻ സംഭവിക്കാറുണ്ട്. അതായത് നശിച്ചു പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതും 1 കപ്പ് അളവായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. നമ്മൾ സ്ഥിരമായിട്ട് ഇത് കഴിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഗുണകരമാകുന്നതാണ്. ഇത് കഴിക്കേണ്ട സമയമെന്ന് പറയുന്നതും രാത്രിയിൽ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് 1 കപ്പ് അളവായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 1/4 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഈ ഫ്രൂട്ട്സ് കഴിക്കേണ്ടത്. ഇനി ലാസ്റ്റ് ഒന്നാമതായിട്ട് വരുന്നത് കണ്ണുകൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ പപ്പായ തന്നെയാണ്. അപ്പോൾ പപ്പായയിൽ എന്ന് പറയുന്നത് ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ വിറ്റമിൻ എയും വിറ്റമിൻ സിയും സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുള്ളതാണ്. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് തിമിരത്തിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. തുടക്കത്തിൽ ഉണ്ടാകുന്ന തിമിരത്തിന്റെ പ്രശ്നങ്ങൾ, കണ്ണിന്റെ മങ്ങലിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഗുണകരമാണ്. കാരണം ഇതിൽ ഒരു പ്രധാന എൻസൈം അടങ്ങിയിട്ടുണ്ട്, പെപ്പൈൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കാഴ്ചശക്തി കൂട്ടാൻ സഹായകരമാകുന്നു. ഇത് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത്, രാത്രിയിൽ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് 1 കപ്പ് അളവായിട്ടുള്ള പപ്പായയുടെ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാവുന്നതാണ്. ഇനി ഈ പറഞ്ഞിട്ടുള്ള 5 ഫ്രൂട്ട്സുകളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ട് പഴുത്തിട്ടുള്ള പപ്പായ കഴിക്കാതിരിക്കുക. കാരണം പപ്പായ നല്ലതാണെങ്കിൽ പോലും പ്രമേഹ രോഗികൾക്ക് ഒരു പക്ഷേ അത് കൂട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്, പ്രമേഹം കൂടാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ തന്നെ ഒരു മിതമായിട്ടുള്ള രീതിയിൽ, അമിതമായിട്ട് പഴുത്തതല്ല, ഒരു മോഡറേറ്റ് രീതിയിൽ പഴുത്തിട്ടുള്ള പപ്പായ കഴിക്കുന്നത് ഗുണകരമാണ്. ഇനി കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ മറ്റു പല അസുഖങ്ങളുള്ളവര് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്ത് അവരുടെ സജഷൻ അനുസരിച്ചും നിങ്ങൾക്ക് ഈ ഒരു ഫ്രൂട്ട്സ് കഴിക്കാൻ കഴിയുന്നതാണ്. പൊതുവെ നമുക്ക് കഴിക്കാം. പ്രമേഹ രോഗികളാണെങ്കിൽ മാത്രം അമിതമായിട്ട് പഴുത്തിട്ടുള്ള ഫ്രൂട്ട്സുകൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ തന്നെ കഴിച്ചിരിക്കണം എന്നുള്ളതാണ്. കാരണം ദഹനം ശരിയായ രീതിയിൽ പൂർത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ വേണ്ടി, ഇല്ലെങ്കിൽ അത് നമ്മളെ ഉറക്കത്തിനെ ബാധിക്കുന്നതാണ്. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് ദഹിക്കാതെ വരികയും ഈ ഒരു ന്യൂട്രിയൻ അബ്സോർപ്ഷൻ ഒന്നും ശരിയായ രീതിയിൽ നമ്മുടെ
നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.